മോർണിംഗ് എവരിബഡി. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതായിരുന്നു? നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്. നിങ്ങൾക്കറിയാവോ എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്ന്? നന്നായി പഠിച്ചു കാണുമെന്നാണ് വിചാരിക്കുന്നത്. ലാഭം ആഗ്രഹിക്കാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്. നമ്മളതിൻ്റെ ഫീച്ചേഴ്സ്, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചു. ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. പിന്നെ അതിനെ ബേസ് ചെയ്ത് കുറച്ച് പ്രോബ്ലംസും നമ്മൾ ചെയ്ത് പഠിച്ചു അല്ലേ? ശരി, ഇനി ഇതിൽ നിന്നും വ്യത്യാസമായി ഒരു രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിൻ്റെ ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ്സ് ആണ്. അതായത് പാർട്ട്ണർഷിപ്പിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സിനെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. നമ്മൾ നിത്യേന കേൾക്കുന്ന ഒരു വാക്കാണ് പാർട്ട്ണർഷിപ്പ് അല്ലേ? എന്താണ് പാർട്ട്ണർഷിപ്പ്? നിങ്ങൾക്കറിയാമോ എന്താ പാർട്ട്ണർഷിപ്പ് എന്ന്? അതെ, നമ്മൾ സ്ഥിരം കേൾക്കുന്ന വാക്കാണ് പാർട്ട്ണർഷിപ്പ്. നമ്മൾ പിന്നെ ഒരു വിവാഹമായാൽ പോലെ പറയും ഒരു പാർട്ട്ണർഷിപ്പ് പോലെയാണ് വിവാഹം അല്ലേ? പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ നടത്തുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സാണ്, രണ്ട് കൂട്ടുകാർ തമ്മിൽ നടത്തുന്ന പാർട്ട്ണർഷിപ്പ് ബിസിനസ്സാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതേപോലെയാണ് എന്താണ് പാർട്ട്ണർഷിപ്പ് എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് വ്യക്തമായി അറിയാമല്ലോ. രണ്ടോ അതിലധികമോ വ്യക്തികൾ ചേർന്ന് നടത്തുന്ന ബിസിനസ്സിനെയാണ് പാർട്ട്ണർഷിപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ ഇവിടെ ലാഭം മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ലാഭം ആഗ്രഹിക്കാതെ ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, 1932 ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് നിലവിൽ വരുന്നത് 1932 1932 ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം എന്താണ് പാർട്ട്ണർഷിപ്പ് എന്ന് നമുക്ക് നോക്കാം. ഈ 1932 ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് ഉണ്ടെങ്കിലും അതിൽ കുറേ സെക്ഷൻസ് ഉണ്ട്. അതിൽ സെക്ഷൻ 4 പാർട്ട്ണർഷിപ്പിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം ആ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. Section 4 of the Indian Partnership Act of 1932 defines partnership as the relation between persons who have agreed to share the profit of a business carried on by all or any of them acting for all എന്നാണ്. അതായത് രണ്ടോ അതിലധികമോ വ്യക്തികൾ ചേർന്ന് നടത്തുന്ന ബിസിനസ്സിനെയാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞു. കൂടാതെയോ who have agreed to share the profit of a business അല്ലേ? അവരവിടെ എന്താണ് ഒരു ബിസിനസ് ആകുമ്പോൾ അവിടെ ലാഭമുണ്ടാകും. ആ ലാഭം എങ്ങനെ വീതിക്കണം, പിന്നെ ഒരു നഷ്ടമായി കഴിഞ്ഞാൽ അതെങ്ങനെ എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ വിശദമായിട്ട് പാർട്ട്ണർഷിപ്പിനകത്ത് പറഞ്ഞിരിക്കും. പിന്നെ അടുത്തതോ who have agreed to share the profit of a business. പിന്നെ നമ്മൾ പറഞ്ഞത് carried on by all or any of them acting for all. അതായത് ഒന്നുകിൽ ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് ആ ബിസിനസ് മുഴുവൻ, കാരണം കുറേ പേരുണ്ടല്ലോ പാർട്ട്ണർഷിപ്പ് സ്ഥാപനത്തിൽ, രണ്ടോ അതിലധികമോ വ്യക്തികളാണ്, അവർക്ക് എല്ലാവർക്കും കൂടി വേണമെങ്കിലും ആ പാർട്ട്ണർഷിപ്പ് സ്ഥാപനം നന്നായി നടത്തിക്കൊണ്ട് പോകാം. അതിലേതെങ്കിലും പാർട്ട്നേഴ്സിന് അസൗകര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന മറ്റുള്ള പാർട്ട്നേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസ് ഏൽപ്പിക്കുകയും ചെയ്യാം. എല്ലാവരും കൂടി പ്രവർത്തിക്കണം എന്നില്ല. പിന്നെന്താണ്, അതിനകത്ത് താല്പര്യമുള്ള വ്യക്തികൾക്ക് വേണമെങ്കിൽ ആക്റ്റീവായിട്ട് അതിൽ പ്രവർത്തിക്കുകയും ചെയ്യാം. അപ്പോൾ എന്താണ് പാർട്ട്ണർഷിപ്പ് എന്ന് മനസ്സിലായോ? എന്താണ്? രണ്ടോ അതിലധികമോ വ്യക്തികൾ തമ്മിൽ ചേർന്ന് നടത്തുന്ന ഒരു ബിസിനസ്സിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ലാഭമാണ് അവർ ആഗ്രഹിക്കുന്നത്. ആ ലാഭം എങ്ങനെ വീതിക്കണം എന്നുള്ളതിനെ പറ്റിയും പാർട്ട്ണർഷിപ്പിൽ പറഞ്ഞിരിക്കും. പിന്നെ അതേപോലെ തന്നെയോ ആ വ്യക്തികൾക്ക് എല്ലാവർക്കും കൂടി വേണമെങ്കിലും ആ പാർട്ട്ണർഷിപ്പ് സ്ഥാപനം നോക്കി നടത്തിക്കൊണ്ട് പോകാം. അല്ലെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള വ്യക്തികൾക്ക് വേണമെങ്കിലും ആ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാം. അങ്ങനെ എത്രയുമാണ് നമുക്കൊരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനത്തെ പറ്റി പറയാനുള്ളത്. എന്താണ് ഒന്നുകൂടി പറയാം പാർട്ട്ണർഷിപ്പ് എന്താണെന്ന്. എന്താണ് പാർട്ട്ണർഷിപ്പ്? മീൻസ് ദ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ് of a business carried on by all or any of them acting for all. മനസ്സിലായല്ലോ എന്താണ് പാർട്ട്ണർഷിപ്പ് എന്നുള്ളത്? ഓക്കെ, അപ്പം നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് പഠിച്ചു അല്ലേ? ഇനി ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് അതിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടാണ്. നോക്കിയേ, എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിന്? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞാൻ തന്നെ പറയാം. ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പേഴ്സൺസ് ആണ്.
അതായത് എത്ര വ്യക്തികൾ വരെ ഒരു പാർട്ണർഷിപ്പ് സ്ഥാപനത്തിൽ ആകാം? ഓക്കെ, എത്ര വ്യക്തികൾ വരെ ആകാം? മിനിമം എത്ര പേരാകാം? നമ്മൾ പറഞ്ഞു, ഡെഫിനേഷൻ പഠിച്ചപ്പോഴൊക്കെ പറഞ്ഞു, എത്രയാണ്? ദ റിലേഷൻ ബിറ്റ്വീൻ 2 or more persons എന്നാ വെച്ച് അല്ലേ? അപ്പം മിനിമം എത്രയാകാം? 2, മിനിമം 2 persons. അപ്പം മാക്സിമമോ? മാക്സിമം എത്ര നോക്കണം? ഇൻ ദി കേസ് ഓഫ് ബാങ്കിങ് ബിസിനസ് 10 ആണ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ ബാങ്കിങ് ബിസിനസ് വല്ലതും നടത്തുകയാണെങ്കിൽ അവിടെ മാക്സിമം 10 ആൾക്കാരെ നമുക്ക് പാർട്ട്നേഴ്സായിട്ട് കൂട്ടാം. ബട്ട് ഇൻ ദ കേസ് ഓഫ് അതർ ബിസിനസ്, മറ്റുള്ള ഏതെങ്കിലും ബിസിനസ് ആയിക്കോട്ടെ, അതായത് നമ്മുടെ രാജ്യത്ത് നിയമപ്രകാരം ചെയ്യാൻ പറ്റുന്ന മറ്റേതെങ്കിലും ബിസിനസ് ആയിക്കോട്ടെ, അതിൽ നമുക്ക് എത്ര പേരെ ഉൾപ്പെടുത്താം? 20 പേഴ്സൺസിനെ നമുക്ക് ഉൾപ്പെടുത്താം അല്ലേ? 20 വ്യക്തികളെ നമുക്ക് പാർട്ട്നേഴ്സായിട്ട് ഉൾപ്പെടുത്താം. മനസ്സിലായി കാണുമല്ലോ എന്താണ് നമ്പർ ഓഫ് പേഴ്സൺസ് എന്ന് വെച്ചത്? എന്താണ്? ഒരു പാർട്ണർഷിപ്പ് സ്ഥാപനത്തിൽ 2 വ്യക്തികൾ മിനിമം ഉണ്ടായിരിക്കണം. പിന്നെ ഒരു ബാങ്കിങ് മാക്സിമം നമ്മൾ പറയുകയാണെങ്കിൽ ബാങ്കിങ് സ്ഥാപനമാണെങ്കിൽ 10 പേരാകാം. എന്നാൽ ഒരു മറ്റേതെങ്കിലും തരത്തിലുള്ള ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര പേരെ കൂട്ടാം? 20 പേരെ പാർട്ട്നേഴ്സായിട്ട് കൂട്ടാം. ശരി, ഇനി ഞാൻ അടുത്തത് പറയാൻ ഉദ്ദേശിക്കുന്നത് എഗ്രിമെന്റ് ഓർ ഡീഡ്. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് എഗ്രിമെന്റ് ഓർ ഡീഡാണ്. എന്താണ് എഗ്രിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും സർവ്വസാധാരണമായി കേൾക്കാറുള്ള ഒരു പദമാണ് എഗ്രിമെന്റ് അല്ലേ? പാർട്ണർഷിപ്പിലും ഉണ്ട് എഗ്രിമെന്റ്. എന്താണ് പാർട്ണർഷിപ്പ്? ഈസ് ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ 2 or more persons. 2 അതിലധികമോ വ്യക്തികൾ ചേർന്ന് ഒരു എഗ്രിമെന്റ് ആണ് എന്ത്? പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി ഓറൽ ഓർ റിട്ടൺ. ഇതെന്താകാം? വാക്കാൽ പറഞ്ഞതോ അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കിയിട്ടുള്ളതോ ആകാം. വെൻ ഇറ്റ് ഈസ് ഇൻ റിട്ടൺ ഫോം, ഇത് എഴുതി തയ്യാറാക്കിയതിലേക്ക് പോവുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് എ പാർട്ണർഷിപ്പ് ഡീഡ്. ഇതെന്തായി മാറും? ഒരു പാർട്ണർഷിപ്പ് ഡീഡായിട്ട് മാറും. മനസ്സിലായോ? പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുമ്പോൾ എന്താണ്? അല്ലെങ്കിൽ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 പാർട്ട്നേഴ്സ്, 2 അതിലധികമോ പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അവരെന്താണ്? ഒരു രേഖ എഴുതി തയ്യാറാക്കും. എന്തായിരിക്കാം അത്? ഒന്നുകിൽ പറഞ്ഞുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കുന്നതായിരിക്കാം. ഈ എഴുതി തയ്യാറാക്കിയ രേഖയാണെങ്കിൽ അതെന്തായി മാറും? പാർട്ണർഷിപ്പ് ഡീഡ് അല്ലെങ്കിൽ എഗ്രിമെന്റ് ആണെന്ന് നമുക്ക് പറയാം. വാക്കാലെ പറയുന്നതിന് യാതൊരു മൂല്യവുമില്ല എന്നുള്ളത് ആലോചിക്കണം. എപ്പോഴും നമ്മൾ എങ്ങനെയായിരിക്കണം? എഴുതി തയ്യാറാക്കണം. ഒരു ഡീഡാണ് ആവശ്യം, അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് ആണ് ആവശ്യം. അപ്പം രണ്ടാമത്തെ ഫീച്ചർ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഫസ്റ്റ് ഫീച്ചർ ഏതായിരുന്നു? നമ്പർ ഓഫ് പേഴ്സൺസ്. സെക്കൻഡ് വൺ ഏതാണ്? എഗ്രിമെന്റ് ഓർ ഡീഡ്. ഇനി മൂന്നാമത്തത് ബിസിനസ് ആണ്. നമ്മൾ പറഞ്ഞു പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ബിസിനസ് ആണെന്ന് പറഞ്ഞു. ഈ ബിസിനസ് എപ്പോഴും എങ്ങനെയുള്ളതായിരിക്കണം? ഒരു ബിസിനസ് ആയിരിക്കണം നമ്മൾ നടത്തേണ്ടത്. നമ്മുടെ രാജ്യത്ത് നമ്മൾ നടത്തേണ്ട ആ ബിസിനസ് എങ്ങനെയായിരിക്കണം? പാർട്ണർഷിപ്പിൽ പറഞ്ഞതുപോലെ നിയമപ്രകാരം എന്തൊക്കെ നിയമങ്ങളാണോ അനുശാസിക്കേണ്ടത് ആ നിയമങ്ങളെല്ലാം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിരിക്കണം പാർട്ണർഷിപ്പ് ബിസിനസ്. ഇനി അടുത്തത് ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്സ്. എന്താണ് ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്സ്? നമ്മൾ പറഞ്ഞു, നമ്മൾ ഈ പാർട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടല്ല രൂപീകരിച്ചിരിക്കുന്നത്? ചാരിറ്റബിൾ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല. പിന്നീട് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടി നമ്മൾ രൂപീകരിച്ചിട്ടുള്ള സ്ഥാപനങ്ങളാണ് പാർട്ണർഷിപ്പ് സ്ഥാപനങ്ങൾ അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നതാണ്, മെയിൻ മോട്ടീവ് അല്ലെ മെയിൻ എയിം എന്ന് പറയുന്നതാണ് ടു എ പ്രോഫിറ്റ് ആണല്ലോ. അപ്പം ഇവരെ കൊണ്ടുവരുന്ന ക്യാപിറ്റലിൻ്റെ അനുസരിച്ചായിരിക്കണം ഇവർക്ക് എന്ത് ചെയ്യേണ്ടത്? പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിരിക്കുന്ന അനുപാതത്തിലായിരിക്കണം ഇവരുടെ പ്രോഫിറ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഓരോ വർഷം അവസാനത്തിലും നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് കൊടുക്കാനുള്ള പ്രോഫിറ്റ് ആ എഗ്രിമെന്റ് പ്രകാരം പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് അനുവദിച്ച് കൊടുക്കുകയും വേണം. അപ്പം നമ്മൾ 4 പറഞ്ഞു. ഏതൊക്കെയാണ് പറഞ്ഞത്? നമ്പർ ഓഫ് പേഴ്സൺസ് പറഞ്ഞു. പിന്നീട് നമ്മൾ ഏതാ പഠിച്ചത്? രണ്ടാമത്തത് എഗ്രിമെന്റ് ഓർ ഡീഡ്, മൂന്നാമത്തത് ബിസിനസ്, നാലാമത്തത് ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്സ്. ഇങ്ങനെ 4 ഫീച്ചേഴ്സാണ് ഇപ്പം നമ്മൾ പഠിച്ചത്. ഓക്കെ,
ഓക്കെ, ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് അഞ്ചാമത്തെയാണ്, അൺലിമിറ്റഡ് ലയബിലിറ്റീസ് ആയിരിക്കും. അപ്പം ശ്രദ്ധിച്ചോണം, പാർട്ട്നേഴ്സിന്, ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനത്തിലെ പാർട്ട്നേഴ്സിന് അനുഭവപ്പെടുന്ന ലയബിലിറ്റി, ബാധ്യത എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? അൺലിമിറ്റഡ് ആയിരിക്കും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥാപനത്തിൽ എന്തൊക്കെ ലാഭം ഉണ്ടായാൽ അതെല്ലാം വീതിച്ചെടുക്കുന്നത് ഈ പാർട്ട്നേഴ്സ് തന്നെയാണ്. അതേപോലെ തന്നെ എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായാലും അത് വഹിക്കേണ്ടത് ആര് തന്നെയാണ്? ഈ പാർട്ട്നേഴ്സ് തന്നെയായിരിക്കും. അപ്പോൾ പാർട്ണർഷിപ്പ് ബിസിനസ്സിലെ ലയബിലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? അൺലിമിറ്റഡ് ആയിരിക്കും. ഇല്ല, അതിനൊരു പരിധിയൊന്നും കാണത്തില്ല. എത്ര വന്നാലും ആര് സഹിച്ചു കൊള്ളണം? അതിനുള്ളിലെ പാർട്ട്നേഴ്സ് സഹിച്ചു കൊള്ളണം. ഓക്കെ, നെക്സ്റ്റ് വൺ, 6, അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. അതായത് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് വെച്ച് കഴിയുമ്പം നമ്മളിപ്പോൾ പാർട്ണർഷിപ്പ് സ്ഥാപനം നടത്തിക്കൊണ്ട് പോവുകയാണ്. എയും ബിയും പാർട്ണർഷിപ്പ് സ്ഥാപനം നടത്തിക്കൊണ്ട് പോവുകയാണ്. ഈ എ ബി സി എന്ന് പറയുന്ന 3 പാർട്ണേഴ്സ്, ഈ 3 പാർട്ണേഴ്സ് ഒരു പാർട്ണർഷിപ്പ് സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുമ്പോൾ എ എന്ന് പറയുന്ന വ്യക്തി മറ്റുള്ള ആ 2 വ്യക്തികളോടും ഇത് കൂറ് പുലർത്തണം. അതായത് അല്ലെങ്കിൽ എന്താണ്, അവർ സത്യസന്ധമായിട്ടുള്ള പെരുമാറ്റമായിരിക്കണം അവർ കാഴ്ചവെക്കേണ്ടത്. അതേപോലെ തന്നെ തിരിച്ച് ബിയും സിയും അതുപോലെ ആരോട് വേണം? എയോട് വേണം. അങ്ങനെ ഓരോരുത്തരും അങ്ങോട്ടും അന്യോന്യം എങ്ങനെയായിരിക്കണം? ജസ്റ്റിസോടുകൂടിയും ലോഫുള്ളായിട്ടുമുള്ള അല്ലെങ്കിൽ സത്യസന്ധതയോടുകൂടിയുള്ള ഒരു ബിസിനസ് ആയിരിക്കണം നടത്തിക്കൊണ്ട് പോകേണ്ടത്. ഇവിടെ പറ്റിക്കൽ എന്നുള്ള ഒരു കാര്യം വരാൻ പാടില്ല, വിശ്വാസം നഷ്ടപ്പെടാൻ പാടില്ല. ലോഫുൾ ബിസിനസ് ആയിരിക്കണം ഇവിടെ നടത്തേണ്ടത്. അപ്പം ഈ 6 പോയിന്റ്സ് ആണ് ഫീച്ചേഴ്സായിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. ഈ 6 പോയിന്റ്സും നിങ്ങൾ മനഃപ്പാഠമാക്കുക. എന്തൊക്കെയാണ് പാർട്ണർഷിപ്പ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. എന്താണ്? ദ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് എ ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. പിന്നീട് നമ്മൾ പഠിച്ചത് എൻ്റെ ഫീച്ചേഴ്സാണ്. ഫീച്ചേഴ്സ് ഫസ്റ്റ് വൺ നമ്മൾ ഏതാ പഠിച്ചത്? നമ്പർ ഓഫ് പേഴ്സൺസ്. സെക്കൻഡ് വണ്ണോ എഗ്രിമെൻറ്റ് ഓർ ഡീഡ്. തേർഡ് വൺ ഏതാണ് നമ്മൾ പഠിച്ചത്? ബിസിനസ്. ഫോർത്ത് വണ്ണോ ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്സ്. ഫിഫ്ത്ത് വൺ അൺലിമിറ്റഡ് ലയബിലിറ്റി. സിക്സ്ത് വൺ നമ്മൾ ഏതാ പഠിച്ചത്? അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് പാർട്ണർഷിപ്പ് എന്ന് പഠിച്ചു, അതിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചു. ഇനി ഞാൻ അടുത്തതായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പാർട്ണർഷിപ്പ് ഡീഡ് എന്താണെന്ന്. ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പാർട്ണർഷിപ്പ് ഡീഡ്? നമുക്ക് നോക്കാം. ഞാനത് പറഞ്ഞു തന്നതാണ് ഈ എഗ്രിമെൻറ്റ് ഓർ ഡീഡിനകത്ത്, ഫീച്ചേഴ്സ് പഠിപ്പിച്ചപ്പോൾ എഗ്രിമെൻറ്റ് ഓർ ഡീഡിനകത്ത് ഞാൻ പറഞ്ഞു തന്നതാണ്. എന്താണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ദ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 or more persons. എന്താണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 or more persons. 2 അതിലധികമോ വ്യക്തികൾ തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി ഓറൽ ഓർ റിട്ടൺ. ഇത് എന്താകാം? ഒന്നുകിൽ റിട്ടൺ ആകാം, അല്ലെങ്കിൽ ഓറൽ ആകാം. വാഗൊണ്ട് പറയുന്നതാകാം, അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കിയിട്ടുള്ളവ ആകാം. വെൻ ഇറ്റ് ഈസ് ഇൻ റിട്ടൺ ഫോം, എപ്പോഴെങ്കിലും അത് എഴുതി തയ്യാറാക്കിയിട്ടുള്ളതാണെങ്കിൽ ഇറ്റ് ബിക്കംസ് എ പാർട്ണർഷിപ്പ് ഡീഡ്. അതെന്തായി മാറും? ഒരു പാർട്ണർഷിപ്പ് ഡീഡായിട്ട് മാറും. നമ്മൾ എഴുതി തയ്യാറാക്കിയിട്ടുള്ള രേഖയാണെങ്കിൽ അതെന്തായി മാറും? പാർട്ണർഷിപ്പ് ഡീഡായിട്ട് മാറും. ഓക്കെ, എന്താണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് മനസ്സിലായോ? ഇറ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ്. പാർട്ണർഷിപ്പ് ഡീഡാണ് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 or more persons. It may be oral or written. When it is in written form, it becomes a partnership deed. ഇതാണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. പാർട്ണർഷിപ്പ് ഡീഡ് ഒരു ബിസിനസ്സിന്, പാർട്ണർഷിപ്പ് ബിസിനസ്സിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഘടകമാണ്. ഡീഡിൽ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പിന്നെ ബിസിനസ്സിൽ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് കണ്ടൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് നമുക്ക് നോക്കാം. ഒരു പാർട്ണർഷിപ്പ് ഡീഡിൽ എന്തൊക്കെ കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പാർട്ണർഷിപ്പ് ഡീഡിൽ എന്തൊക്കെ ഘടകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്? ഫസ്റ്റ്, നെയിം ഓഫ് ദി ഫേം. അതായത് ആ പാർട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ പേര് എന്താണെന്ന്, ആ ഫേമിൻ്റെ പേരെന്താണെന്ന് വ്യക്തമായി പ്രതിപാദിച്ചിരിക്കണം. ആ ഡീഡിൽ പ്രതിപാദിച്ചിരിക്കണം. രണ്ടാമത്തത്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഓൾ പാർട്ട്നേഴ്സ്. എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും പേരും മേൽവിലാസവും
വ്യക്തമായി പ്രതിപാദിച്ചിരിക്കണം. മൂന്നാമത്തത് നേച്ചർ ആൻഡ് പ്ലേസ് ഓഫ് ബിസിനസ്. നമ്മൾ എന്ത് തരം ബിസിനസ് ആണ് ചെയ്യുന്നതെന്ന് ബിസിനസിന്റെ സ്വഭാവം വ്യക്തമാക്കിയിരിക്കണം. പറഞ്ഞല്ലോ, ലോഫുൾ ബിസിനസ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഇനി അതാണോ ചെയ്യുന്നത്, ഇനി അല്ലാത്ത ബിസിനസ് ആണോ ചെയ്യുന്നത്, എന്ത് തരത്തിലാ സ്വഭാവം ഏതാണ് ബിസിനസ്സിന്റെ, പിന്നെ ബാങ്കിങ് ബിസിനസ് ആണോ അതോ അതർ ബിസിനസ് ആണോ എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിരിക്കണം. അടുത്ത ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. അതായത് നമ്മൾ എന്നാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തെ പറ്റി പറഞ്ഞിരിക്കണം. അടുത്തത് ഡ്യൂറേഷൻ ഓഫ് പാർട്ണർഷിപ്പ്. എത്ര നാളത്തേക്കാണ് ഈ പാർട്ണർഷിപ്പ് സ്ഥാപനം കൊണ്ടുപോകുന്നത് എന്നുള്ളതിനെ പറ്റി വിശദമായി പറഞ്ഞിരിക്കണം. അപ്പോൾ ഉദാഹരണത്തിന് 5 വർഷമാണെങ്കിൽ 5 വർഷം, 10 വർഷമാണെങ്കിൽ 10 വർഷം, അത് ആ ഡീഡിൽ വ്യക്തമായി പറഞ്ഞിരിക്കണം. ഡീഡ് അനുസരിച്ചാണല്ലോ നമ്മൾ ബിസിനസ് കൊണ്ടുപോകുന്നത്. അടുത്ത ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ബൈ ദ പാർട്ട്നേഴ്സ്. അതായത് ഓരോ പാർട്ട്നേഴ്സും ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ എത്രയാണ് അവർ ബിസിനസ്സിലേക്ക് മൂലധനമായി കൊണ്ടുവന്നത് എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ധാരണ കൊടുത്തിരിക്കണം. പിന്നെ അതേപോലെ ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ്സ് ഓർ ലോസ്. അതായത് ലാഭം അല്ലെങ്കിൽ നഷ്ടം അവ എങ്ങനെയാണ് വീതിക്കുന്നത് എന്നുള്ളതിനെ പറ്റി അതിനകത്ത് പറഞ്ഞിരിക്കണം. അതല്ല തോന്നിയ പോലെ വീതിച്ചെടുക്കാനൊന്നും പറ്റില്ല. ഒരു പാർട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഡീഡിൽ പറയുന്നത് പോലെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ലാഭമായാലും നഷ്ടമായാലും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം ഡീഡിൽ പറയുന്നത് പോലെ അല്ല ചെയ്യുന്നത് എങ്കിൽ നമുക്ക് എവിടെ പോകാം, സ്യൂട്ടിന് പോവുകയും ചെയ്യാം. ഓക്കെ. അടുത്തത് 8ാമത്തത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓർ ഡ്രോയിങ്സ്. ക്യാപിറ്റലിൻ്റെയും ഡ്രോയിങ്സിനും മേലുള്ള ഇൻട്രസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയൊക്കെ വ്യക്തമായി എവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്, പാർട്ണർഷിപ്പ് ഡീഡിൽ പ്രതിപാദിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഒന്നുകൂടി പറയാം. നെയിം ഓഫ് ദി ഫേം, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഓൾ പാർട്ട്നേഴ്സ്, നേച്ചർ ആൻഡ് പ്ലേസ് ഓഫ് ബിസിനസ്, ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ്, ഡ്യൂറേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, പിന്നെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ബൈ ഓൾ ദ പാർട്ട്നേഴ്സ്, പിന്നെ ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ്സ് ഓർ ലോസ്, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓർ ഡ്രോയിങ്സ്. അപ്പം ഇക്കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇതിനെപ്പറ്റിയെല്ലാം വ്യക്തമായിട്ട് നമ്മൾ എവിടെ പ്രതിപാദിച്ചിരിക്കണം, പാർട്ണർഷിപ്പ് ഡീഡിൽ പ്രതിപാദിച്ചിരിക്കണം. ഓക്കെ. അപ്പം നമുക്കിനി 9ാമത്തെ കണ്ടൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡിൽ 9ാമത്തെ ഐറ്റം നോക്കാം. ഏതാണ്? ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ ടു ദി ഫേം. അതായത് പിന്നെ പാർട്ട്നേഴ്സ് ഫേമിന് വേണ്ടിയിട്ടൊക്കെ എന്ത് എടുത്തിട്ടുണ്ടാകാം, ലോൺസ് ഒക്കെ എടുത്തിട്ടുണ്ടാകാം. അപ്പോൾ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഏതിൽ പറഞ്ഞിരിക്കണം, ഒരു പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിരിക്കണം. പിന്നെ അതേപോലെ സാലറീസ്, കമ്മീഷൻ എക്സെട്ര ഇഫ് പേയബിൾ ടു എനി പാർട്ട്നേഴ്സ്. അതായത് ഓരോ വ്യക്തികൾക്കും കൊടുക്കേണ്ട സാലറിയെ പറ്റിയിട്ടും അതുപോലെ കമ്മീഷനെ പറ്റിയിട്ടും എല്ലാം വ്യക്തമായി പാർട്ണർഷിപ്പ് ഡീഡിൽ പ്രതിപാദിച്ചിരിക്കണം. പിന്നെ അതേപോലെ തന്നെ ദ അസർടൈൻമെന്റ് ഓഫ് ഗുഡ് വിൽ ഓൺ അഡ്മിഷൻ, റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ഒരു വ്യക്തിയുടെ, ഒരു പാർട്ട്നേഴ്സിൻ്റെ ഗുഡ് വില്ലുമായി ബന്ധപ്പെട്ട്, അത് അഡ്മിഷൻ്റെ കേസാകാം, റിട്ടയർമെൻറ്റ് കേസാകാം, ഡെത്തിൻ്റെ കേസാകാം. അപ്പോൾ ഈ സാഹചര്യങ്ങളിലെല്ലാം ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയും വ്യക്തമായി ഒരു പാർട്ണർഷിപ്പ് ഡീഡിൽ പ്രതിപാദിച്ചിട്ടുണ്ടാകണം. അപ്പം നമ്മളൊരു 10-11 കാര്യങ്ങൾ പാർട്ണർഷിപ്പ് ഡീഡിൻ്റെ കണ്ടൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ആ കണ്ടൻസ് എല്ലാം നിങ്ങൾ നന്നായി ഒന്ന് മനഃപാഠമാക്കാൻ ശ്രമിക്കണം. നമ്മൾ ഇന്ന് പഠിച്ച ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഏതൊക്കെയാണ്? പാർട്ണർഷിപ്പ് എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചു, പിന്നെ നമ്മൾ എന്താ പഠിച്ചത്, പാർട്ണർഷിപ്പ് ഡീഡ് എന്താണെന്ന് പഠിച്ചു, കണ്ടൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് പഠിച്ചു. ഇത്രയും നന്നായി നല്ല വ്യക്തമായി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ.